കേസിന്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ പോകേണ്ടി വരും. അതേപോലെ തന്നെ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ജയിലിലും കേസിലൊന്നും പെടാത്തവരൊന്നും ഇല്ലല്ലോ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. നിങ്ങളെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസിഡന്റായത് തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് എന്ന പ്രശ്നം കൈകാര്യം ചെയ്തു വന്നപ്പോൾ ഇപ്പോൾ TV രാവിലെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടു, എന്താണെന്നറിയാം, രാഹുൽ മാക്കൂട്ടത്തിലെ ഒരു ഹീറോ ആക്കിയിരിക്കുന്നു. ആരാക്കി? ഇങ്ങളിലാക്കി. അല്ല വേറെ ആരെങ്കിലും ആക്കി എന്നുള്ള സാധനങ്ങൾക്ക് വേണ്ട. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക. പരിശോധിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക. ജാമ്യം കൊടുക്കാതെ ജയിലിലടക്കുക. ഇത്രയും വന്നപ്പോൾ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിശദീകരണം. പോലീസ് എടുക്കുന്ന നിലപാടുകൾ പലതും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശ്ശൂര് ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂര് ഒരു SFI വിദ്യാർത്ഥിയെ പോലീസുകാര് വീട്ടിൻ്റെ അകത്ത് തന്നെ പിടിച്ചുകൊണ്ടുപോയത്, അമ്മേന്റെ മുമ്പിൽ നിന്നല്ലേ പിടിച്ചുകൊണ്ടുപോയത്. കാരണം യൂത്ത് കോൺഗ്രസ് നേതാവിനെ മാത്രമല്ലല്ലോ അങ്ങനെ പിടിച്ചത്, എത്ര ആളെ പിടിച്ചിട്ടുണ്ട്. ഏതെല്ലാം സന്ദർഭത്തിൽ ഇവിടെ മൃഗീയമായ അക്രമം നടന്നിട്ടുണ്ട്. MLA-മാർക്കെതിരായിട്ട് എത്ര അക്രമം നടന്നിട്ടുണ്ട് ഇവിടെ. ഇതൊന്നും ആളുകൾക്ക് ഓർമ്മയില്ല എന്നാണോ ധാരണ? നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഭരണകാലത്ത് ഈ കേരളത്തിൽ ആർക്കല്ല കേളുവോട്ടനെ അടിച്ച് തല പൊളിച്ചിട്ടില്ലേ? കേളുവോട്ടൻ എന്ന് പറയുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? ശിവദാസ മേനോനെ അടിച്ച് തല പൊട്ടിച്ചിട്ടില്ലേ? ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര മുന്നണിയിൽ നിന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള സഖാവ് P. കരുണാകരൻ MP-യെ അടിച്ച് കാലൊടി അടി പൂർണ്ണമായ ശരീരത്തിന്റെ ഭാഗങ്ങൾ അടിച്ച് തകർത്തില്ലേ? MP ആയിരുന്നല്ലോ. ഞാനും അതിൻ്റെ ഒപ്പം തന്നെ അന്നുണ്ടായിരുന്നതാണ്. എന്നെ അവർ അടിച്ചല്ലോ.